മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിപ്രകാരം പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തിലെ 7 ഗ്രാമപഞ്ചായത്തുകളും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതിനുള്ളൊരു ആദരവാണ് എന്ന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾക്കും ജീവനക്കാർക്കുമുള്ള അർദ്ധദിന പരിശീലന പരിപാടി തുടർന്ന് നടക്കും. നമുക്കറിയാം, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമപ്രദേശങ്ങളിലെ ഗ്രാമീണ തൊഴിലുകൾക്ക് രജിസ്റ്റർ ചെയ്ത് ആവശ്യപ്പെടുന്ന തൊഴിലാളികൾക്ക് ഒരു വർഷത്തിൽ 100 ദിവസം തൊഴിൽ നൽകുക എന്നതാണ് പ്രധാന ഉദ്ദേശം. അതോടൊപ്പം തന്നെ സ്ഥായിയായ ആസ്തികളിൽ സൃഷ്ടിക്കപ്പെടുന്നു. 2023-24 സാമ്പത്തിക വർഷത്തിൽ പെർസെൻറ്റേജിൻ്റെ കാര്യത്തിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ 4 വർഷം, അതായത് ഈ ഭരണസമിതിയുടെ അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ വർഷവും തന്നെ കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്ര ബ്ലോക്കിൽ തന്നെയാണ് പെർസെൻറ്റേജ് ജനറേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. തൊഴിൽ ദിനം സൃഷ്ടിക്കുന്ന 2ാമത്തെ ബ്ലോക്കും പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തിനാണ്. 4 ലക്ഷത്തിൻ്റെ മേൽ തൊഴിൽ ദിനങ്ങൾ ഓരോ വർഷവും സൃഷ്ടിക്കപ്പെടുന്നത്. അതുപോലെ മുൻ വർഷവും ജില്ലാ ശരാശരി കുടുംബത്തിന് തൊഴിൽ ദിനം 23 കഴിഞ്ഞ 4 വർഷങ്ങളിൽ ജില്ലയിൽ ഏറ്റവും കൂടുതൽ 100. അതുപോലെ തന്നെ വികലാംഗരുടെ കാര്യത്തിൽ രജിസ്റ്റർ ചെയ്ത കുടുംബങ്ങളിൽ ഏകദേശം 100% നമുക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്, വിവരിക്കാൻ സാധിച്ചിട്ടില്ല. ഇന്ന് ഇവിടെ നടക്കുന്ന ചടങ്ങിൽ അധ്യക്ഷത ശ്രീമതി പാത്തമ്മ ടീച്ചർ അവരുടെയാണ്. അവരെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ NP ബാബു അവരുകളെയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ്, ചങ്ങരോത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ചെറുവണ്ണൂർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ജീവനക്കാർ എല്ലാവരെയും സ്വാഗതം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട പ്രസിഡന്റോട് വൈസ് പ്രസിഡന്റ്. ഗ്രാമപഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ സന്തോഷകരമായ ഒരു ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. ഒട്ടേറെ പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെ ഉണ്ടായിട്ടും തൊഴിലുറപ്പ് രംഗത്ത് വിവിധ മേഖലകളിൽ പഞ്ചായത്തുകൾ വളരെ മികവാർന്ന പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് മുന്നേറിയ അതിൻ്റെ ഒരു അഭിനന്ദനം അതാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പഞ്ചായത്തുകൾ ഇത്തരത്തിലുള്ള മികവുറ്റ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിനെയും വളരെ ഉന്നതിയിലെത്തിച്ചിരിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ കാലാനുസൃതമായി തൊഴിലുറപ്പിലുണ്ടാകുന്ന മാറ്റങ്ങൾ അത് ജനപ്രതിനിധികളിൽ അതിനെക്കുറിച്ച് ഒരു അവബോധമുണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു അർദ്ധദിന പരിശീലന പരിപാടിയും ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബ്ലോക്ക് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശ്രീ NP ബാബു അവരുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അപ്പോൾ ആ പ്രദേശവും അവിടെ നിന്നും മരണപ്പെട്ടവർക്കും വേണ്ടി നമുക്കൊരു 1 മിനിറ്റ് നേരം നമ്മൾ എഴുന്നേറ്റ് നിന്ന് അനുശോചനം രേഖപ്പെടുത്തും. പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് 2023-24 സാമ്പത്തിക വർഷത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പഞ്ചായത്തുകൾക്കുള്ള സ്നേഹാദരവും അതുപോലെ തന്നെ ഒരു ശില്പശാലയുമാണ്, അർദ്ധദിന ശില്പശാലയുമാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തിലെ ജനപ്രതിനിധികളും NREG ജീവനക്കാരുമാണ് ഈ ശില്പശാലയിൽ പങ്കെടുക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിൻ്റെ ഗ്രാമീണ മേഖലയിൽ ഇന്ന് സാമ്പത്തിക മേഖലയ്ക്കകത്ത്
വലിയ പങ്ക് വഹിക്കുന്നതാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഈ പദ്ധതി ആരംഭിക്കപ്പെട്ടതിന് ശേഷം കാലാനുസൃതമായ നിരവധി മാറ്റങ്ങൾ ഈ പദ്ധതിക്ക് അനുദിനം വന്നുകൊണ്ടിരിക്കുകയാണ്. പല മാറ്റങ്ങളും നേരത്തെ തൊഴിലുറപ്പ് നിയമത്തിൽ തന്നെ ഉൾപ്പെട്ടതാണ്. ഈ പദ്ധതി ആരംഭിക്കുന്ന സമയത്ത് ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ അതിൻ്റെ ഗൗരവത്തോടു കൂടി സ്വാഭാവികമായി നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇന്ന് തൊഴിലുറപ്പ് പദ്ധതി അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള നിയമാനുസൃതമായ ചില കാര്യങ്ങൾ നടപ്പിലാക്കണം എന്ന് ഇതിൻ്റെ സ്റ്റേറ്റ് മിഷനും കേന്ദ്ര ഗവൺമെൻറ്റുമെല്ലാം നിർദ്ദേശിക്കുന്ന ഒരു സമയത്താണ് ഇത്തരമൊരു ശില്പശാല ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. തൊഴിലുറപ്പ് മേഖലയിൽ കാലാനുസൃതമായി വന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമ്മുടെ മനസ്സിലുണ്ടാവും. ആ മാറ്റങ്ങളെല്ലാം സ്വാംശീകരിച്ചുകൊണ്ടാണ് കേരളത്തിലെ തൊഴിലുറപ്പ് പദ്ധതി മുന്നോട്ട് പോകുന്നത്. നേരത്തെ തൊഴിലാളികൾക്ക് വേതനം ലഭിക്കുന്ന രീതി, ആ രീതിയിൽ പിന്നീട് മാറ്റം വന്നിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സർവറിൽ നിന്ന് തന്നെ നേരിട്ട് തൊഴിലാളികളുടെ അക്കൗണ്ടുകളിലേക്ക് പണം വരികയാണ് ഇന്ന്. അതിനുവേണ്ടി തൊഴിലാളികളുടെ ബാങ്ക് അക്കൗണ്ടും അവരുടെ ആധാർ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യണം. അത് നമ്മുടെ രാജ്യത്ത് 100% പൂർത്തീകരിച്ച സംസ്ഥാനം എന്ന് പറയുന്നത് കേരളം മാത്രമാണ്. മറ്റു പല സംസ്ഥാനങ്ങളിലും 15-20% തൊഴിലാളികൾ മാത്രമാണ് അവരുടെ ബാങ്ക് അക്കൗണ്ടും ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് പലപ്പോഴും നിശ്ചിത സമയത്ത് ജോലി നൽകാനോ അതുപോലെ വേതനം നൽകാനോ കഴിയാത്തൊരവസ്ഥ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി ചെലവഴിക്കപ്പെടുന്ന പണത്തിനകത്ത് വലിയ തോതിൽ കുറവ് അനുഭവപ്പെടുമ്പോൾ കേരളം ഓരോ വർഷവും നിശ്ചയിക്കപ്പെടുന്ന ടാർഗറ്റുകൾ പൂർത്തീകരിക്കുന്ന സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ NREGയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മുഴുവൻ കുടുംബങ്ങൾക്കും തൊഴിൽ നൽകുക എന്ന നിലയിലുള്ള ശ്രമകരമായ ജോലിയും ഇന്ന് ആരംഭിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതികളെ ആ പദ്ധതികളുടെ സുതാര്യമായ നടത്തിപ്പിന് വേണ്ടി അവയെ മോണിറ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള വിവിധങ്ങളായ പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കപ്പെടുന്നുണ്ട്. സ്വാഭാവികമായും ഇത്തരം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന സമയത്ത് പ്രായോഗികമായ പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാറുണ്ട്. എന്നാൽ നാം സ്വയമാർജിക്കുന്ന അറിവിലൂടെ അത്തരം പ്രതിസന്ധികളെ മറികടന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയാറുണ്ട്. ഇപ്പോഴാണെങ്കിൽ നേരത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾ അവരുടെ ജോലി സ്ഥലത്ത് മേറ്റുമാർ ചെന്ന് അവിടെ വെച്ച് അവരുടെ ഹാജർ രേഖപ്പെടുത്തുന്ന രീതിയാണ് ഉണ്ടായിരുന്നെങ്കിൽ അതും ആ രീതിക്കും ഇപ്പം മാറ്റം വന്നിട്ടുണ്ട്. പ്രായോഗികമായ ചില പ്രശ്നങ്ങളുണ്ട്. NMMS എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് മാറി. NREGA മൊബൈൽ മോണിറ്ററിംഗ് സിസ്റ്റം. സ്വാഭാവികമായി അത്തരമൊരു സംവിധാനം ഏർപ്പെടുത്തുമ്പോൾ തൊഴിലാളികൾ അവർ ഹാജർ രേഖപ്പെടുത്താൻ വേണ്ടി അവരുടെ തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് സംവിധാനമില്ല, സൗകര്യമില്ല എന്ന പരാതി പലപ്പോഴും വരുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ഈ തവണത്തോടുകൂടി, ഈ വർഷത്തോടുകൂടി അതിനകത്തും മാറ്റം വന്ന് അവരവരുടെ ജോലി സ്ഥലത്ത് തന്നെ അവരുടെ ഹാജർ രേഖപ്പെടുത്താൻ കഴിയുന്ന വിധത്തിലേക്ക് സംവിധാനം മാറുകയാണ്. ആ ജോലിയുടെ വാല്യുവേഷൻ ചെയ്യണമെന്ന നിർദ്ദേശം വന്നതിൻ്റെ ഭാഗമായി ചില ക്രമീകരണം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ചില പ്രതിസന്ധികൾ അതിൻ്റെ ഭാഗമായി നിലനിൽക്കുന്നു. അതിനെ നമുക്ക് മറികടന്ന് മുന്നോട്ട് പോകേണ്ടതുണ്ട്. കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്തു തീർക്കാനുള്ള ജോലികൾ പൊതുവായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ തന്നെ ആരോഗ്യ കേരളം പദ്ധതിയും ആർദ്ര കേരളം പദ്ധതിയും നമ്മുടെ സംസ്ഥാനത്ത്
ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ മേഖലയ്ക്കകത്ത് നടത്തിയിട്ടുണ്ട്. പരാതികളുണ്ടാവാം, വിമർശനമുണ്ടാവാം. എന്നാൽ ആ പരാതികളുടെയും വിമർശനങ്ങളെയും പുറകെ പോവുക എന്നതിലുപരി ഈ പദ്ധതി എങ്ങനെ ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചാണ് നാം ആലോചന നടത്തേണ്ടത്. ചക്കിടപാറ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ വർഷം നമ്മുടെ തൊഴിൽ ദിനങ്ങൾ നമ്മുടെ ബ്ലോക്കിനകത്തുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത് 17,1771 തൊഴിൽ ദിനങ്ങളാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തതെങ്കിൽ നമുക്ക് 18,93,507 തൊഴിൽ ദിനങ്ങൾ നൽകി നമുക്ക് ടാർഗറ്റ് പൂർത്തീകരിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. 100% തങ്ങൾ ഏൽപ്പിച്ച തങ്ങളുടെ ടാർഗറ്റിനേക്കാൾ ആ ടാർഗറ്റ് പൂർത്തീകരിക്കാൻ ബ്ലോക്ക് പഞ്ചായത്തിന് അകത്തുള്ള ചങ്ങരോത്ത്, ചെറുവണ്ണൂർ, കായണ്ണ, കൂട്ടാളി, നൊച്ചാട്, പേരാമ്പ്ര ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ശതമാനം അച്ചീവ് നേടിയത് 130.29% ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്താണ്. ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്തിനെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി ഹാർദമായി അഭിനന്ദിക്കുകയാണ്. നമ്മുടെ ജില്ലയ്ക്ക് ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ പേരാമ്പ്ര ഗ്രാമപഞ്ചായത്താണ്. ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ നമ്മുടെ ജില്ലയിൽ നൽകിയിട്ടുള്ളത്. ആ തൊഴിൽ ദിനങ്ങൾ 3,53,232 തൊഴിൽ ദിനങ്ങൾ പേരാമ്പ്ര ഗ്രാമപഞ്ചായത്തിനെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി ആദ്യമായി അഭിനന്ദിക്കുകയാണ്. നമ്മുടെ ജില്ലയിൽ തന്നെ രണ്ടാമത് സ്ഥാനം നേടാൻ വേണ്ടി കഴിഞ്ഞത് ചങ്ങരോത്ത് ഗ്രാമപഞ്ചായത്തിലാണ്. 3,29,385 തൊഴിൽ ദിനങ്ങൾ അവരെ ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി അഭിനന്ദിക്കുകയാണ്. ഏറ്റവും ഫലപ്രദമായി ഏറ്റെടുത്ത് നടപ്പിലാക്കിയത് കായണ്ണ ഗ്രാമപഞ്ചായത്താണ്. കായണ്ണ ഗ്രാമപഞ്ചായത്തിനെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി ആദ്യമായി അഭിനന്ദിക്കുകയാണ്. കൂത്താളി ഗ്രാമപഞ്ചായത്ത് എസ് സി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ നൽകിയത് കൂത്താളി ഗ്രാമപഞ്ചായത്താണ്. അവരെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി ആദ്യമായി അഭിനന്ദിക്കുകയാണ്. ഈ നിലയിലുള്ള ഓരോ പഞ്ചായത്തെടുത്ത് പരിശോധിച്ചാൽ ഞാൻ ഒന്നുകൂടി അടിവരയിട്ട് പറയുന്നു, പരാതികളുണ്ടാവാം, വിമർശനങ്ങളുണ്ടാവാം. പരാതികളുണ്ടെങ്കിലും വിമർശനങ്ങളുണ്ടെങ്കിലും ഈ നമ്മുടെ ഈ പദ്ധതി, തൊഴിലുറപ്പ് പദ്ധതി ഏറ്റവും ഫലപ്രദമായി നടപ്പാക്കുന്നതിന് എല്ലാ പഞ്ചായത്തുകൾക്കും മുൻകൈ എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ ഈ പറയുന്ന ഒരു കാര്യം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് ഏതൊരു വ്യക്തിയെയും അവരുടെ കുടുംബത്തെയും പ്രകൃതിയെയും ഏറ്റെടുത്ത് നടത്താനും പരിപാലിക്കാനും കഴിയുന്നൊരു പദ്ധതിയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ ചടങ്ങിന് ഇത്തരത്തിലൊരു പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ പറയുന്നത് കാരണം. ഇതിലൊരു ചടങ്ങ് സംഘടിപ്പിച്ചതിൻ്റെ പുറകിൽ മറ്റൊരു വീക്ഷണത്തിലൂടെ നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു കർഷകൻ അദ്ദേഹം തൻ്റെ കഴിഞ്ഞൊരു വർഷത്തെ കൃഷിയെല്ലാം നല്ല രീതിയിൽ വിളവെടുത്തതിന് ശേഷം തനിക്ക് കിട്ടിയ മുതലിൽ ഒരു വിഹിതം തൻ്റെ കൃഷിയിൽ സഹായിച്ച എല്ലാവർക്കും തൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള എല്ലാവിധ പണിക്കാർക്കും വീതം വെച്ച് കൊടുക്കുകയാണ്. ഒപ്പം തന്നെ അവരെ ബൂസ്റ്റ് ചെയ്തു. അതിൻ്റെ ഭാഗമായി ഇന്ന് നിങ്ങളെല്ലാവരെയും വിളിച്ച് കഴിഞ്ഞ വർഷത്തെ വിളവെടുപ്പായിട്ടുള്ള പദ്ധതിയുടെ പുരോഗതിയുടെ ഭാഗമായി ഏറ്റവും മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള പഞ്ചായത്തുകൾക്ക് അവരെ ആദരിച്ചുകൊണ്ട് അവർക്ക് അർഹമായിട്ടുള്ള സ്ഥാനങ്ങൾ ഇന്ന് വിധിച്ചു നൽകുന്നു. 2, അദ്ദേഹം തന്നെ വളരെ അടുത്ത വർഷത്തേക്ക് കൂടി ഇതിൽ നിങ്ങളെ പര്യാപ്തമാകാൻ വേണ്ടി കൂടി തന്നെയാണ് ഇത്തരത്തിലൊരു ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ ബുദ്ധിപരമായി തന്നെ നമ്മുടെ പദ്ധതി ഈ വർഷം തന്നെ ഏപ്രിൽ മാസത്തിൽ തുടങ്ങിയ സമയത്ത് തന്നെ ചില പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. പ്രശ്നങ്ങളൊന്നുമല്ല, ഇലക്ഷൻ പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട ചില പ്രോട്ടോകോൾ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളുമായി ബന്ധപ്പെട്ട കോർഡിനേഷൻ തലത്തിലേക്ക് വരാൻ കഴിഞ്ഞില്ല. 2, കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും പ്രകൃതി ദുരന്തം വന്നു, അടിക്കടി മഴ വന്നു, നമുക്കൊന്ന് പതറേണ്ടി വന്നു. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് കുറച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഇവിടെ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ പദ്ധതി പ്രവർത്തനങ്ങൾ 2024-25 വർഷത്തിൻ്റെ ഇപ്പോൾ ജൂലൈ മാസം അവസാനിച്ച് ഓഗസ്റ്റ് മാസം ആരംഭിച്ച സമയത്തും ഇത് 10-13 ആയിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മുടെ പ്രവർത്തനം അത്ര കണ്ടൊരു പുരോഗതിയിലോട്ട് വന്നിട്ടില്ല എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പലതരത്തിലുള്ള റിവ്യൂ മീറ്റിംഗ് നടത്തുമ്പോഴും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, BDOമാരുടെയും പഞ്ചായത്ത് സെക്രട്ടറിമാർ, അസിസ്റ്റന്റ് സെക്രട്ടറിമാർ, തൊഴിലുറപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ മുഖത്ത് ഒരു തരത്തിലുള്ള സന്തോഷം ഇല്ലാത്തൊരു സാഹചര്യമാണ് എനിക്ക് മനസ്സിലായത്. കഴിഞ്ഞ വർഷത്തെ പോലെ ഒരു ഉന്മേഷം വന്നിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി ഇന്നത്തെ ഒരു ചടങ്ങ് വളരെയധികം ബഹുമാനം അർഹിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. കാരണം ഇത്തരത്തിലൊരു ആദരവ് നേരത്തെ തന്നെ കൊടുക്കുകയും ഈ വിളവെടുപ്പിന് ശേഷം അടുത്ത വർഷത്തെ കൃഷിക്ക് ഇവരെ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ പര്യാപ്തമാക്കുകയും ചെയ്യുകയാണെങ്കിൽ
നമുക്ക് ഓട്ടം തന്നെ വൈകിയിട്ടില്ല എന്നുള്ള രൂപത്തിൽ തന്നെ നമുക്ക് ഓടി മുന്നേറാനുള്ള ഈ അവസരം ഉണ്ട് എന്നുള്ള തോന്നലാണ് എനിക്ക് നിലവിലുള്ളത്. ഇപ്പോൾ നമ്മൾ തൊഴിലുറപ്പ് വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ മണ്ണിര സംരക്ഷണ പ്രവർത്തനം പഞ്ചായത്തുകൾക്ക് DPR അറക്റ്റീവ് മഴക്കുഴി ഒരു പുതിയായിട്ടുള്ളത്. ഈ മഴക്കുഴി ഒരു സൈഡിൽ സ്റ്റഡി കൊണ്ട് നടത്താൻ പല സ്ഥലങ്ങളിൽ മഴക്കുഴി കീഴ്ക്കാർക്കുണ്ടായിരുന്ന പ്രദേശങ്ങൾ അവിടെ നമ്മൾ മഴക്കുഴി ഒരു പഠനം ചെയ്ത് ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്ന സാഹചര്യം നമ്മൾ ജൂൺ മാസം എല്ലാ സമയത്തും ഒപ്പം തന്നെ ഒരു റിട്രോസ്പെക്ഷൻ എന്ന രൂപത്തിൽ ഇത് നമ്മുടെ നാട്ടിൽ അടിക്കടി ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള